ഇവിടുത്തെ പ്രദേശവാസികൾ, ഈ സൽമാ ബീബി താമസിക്കുന്ന അടുത്തുള്ള പ്രദേശവാസികൾ ഉണ്ട്. ചേട്ടാ, ഇവിടെ ഇന്നിപ്പോൾ ഈ അഫ്സാൻ വന്നിട്ടുള്ള അങ്ങനെ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ വാഹനമോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? വാഹനമൊന്നും കണ്ടിട്ടില്ല. ഈ സൽമാ ബീവി എന്ന ഉമ്മ, ഈ 95 വയസ്സായ അമ്മ അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. മക്കളെല്ലാം സമീപത്തുണ്ട്. അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നത് പറഞ്ഞാൽ അവരുടെ ഒരു നിർബന്ധ ബുദ്ധി, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കും എന്നുള്ളതാണ്. അവർക്ക് വേണ്ടിയാണ് തൊട്ടടുത്തൊരു വീട് വരെ റെഡിയാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് 11 മക്കളാണുള്ളത്. ഒരു മകൾ മാത്രമാണ് മരണപ്പെട്ടത്. അപ്പോൾ ഓരോ മക്കളും ഓരോ ദിവസം ഇവർക്ക് വന്ന് ശുശ്രൂഷകൾ ചെയ്യാറുണ്ട്. സ്വന്തമായ ആരോഗ്യമൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ഇന്നലെ വന്ന് നോക്കിയവർ 8 മണിയായപ്പോൾ പോയപ്പോഴത്തേക്ക് ഉമ്മ ആരോഗ്യവതിയായിട്ടിരിക്കുന്ന അവരുടെ ശരീരത്ത് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം 5:30 മണിയായപ്പോഴത്തേക്ക് മൂത്ത മകൾ ഉമ്മായെ നോക്കുന്നതിന് വേണ്ടി, ഇന്ന് കൂട്ടുകിടക്കുന്നതിന് വേണ്ടി 5:30 മണിയായപ്പോൾ വന്ന് കതക് തുറന്ന് അകത്ത് കയറുമ്പോഴത്തേക്കാണ് ഇവർ മലന്നടിച്ച് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണുന്നത്. 11 മക്കളിൽ 10 മക്കളും ഉണ്ടായിരുന്നു അല്ലേ? 10 മക്കളൊന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഒരു മകൾ മാത്രമാണ്. അപ്പോൾ ഈ മക്കൾ മാറിയും തിരിഞ്ഞാണ് ഇവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം ഓരോ മക്കളാണ് വന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു മകൾ ഇന്നലെ ഇവരെ നോക്കി കൂട്ടുകിടന്നിട്ട് കാലത്ത് 8 മണിയായപ്പോഴത്തേക്ക് പോയി. തിരിച്ച് ഇന്ന് രാത്രി കിടക്കാനുള്ള ആൾ വൈകിട്ട് 5:30 മണിയായപ്പോൾ വന്നു. 5:30 മണിയായി വന്ന് കതക് തുറന്ന് അകത്ത് കയറുമ്പോഴത്തേക്കാണ് ഇവർ അടുക്കളയിൽ ഈ ഒരു അവസ്ഥയിൽ, അതായത് മലർന്ന് അടിച്ച് കിടക്കുകയും തല പൊട്ടി ബ്ലഡ് ഒരുപാട് ഒഴുകിയിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു നിലവിളിയോടുകൂടി പിന്നെ ബാക്കിയുള്ളവർ കൂടി നമ്മളെപ്പോലുള്ളവരെയൊക്കെ അറിയിച്ച് നമ്മളിവിടെ വന്നാണ് പോലീസിനെയൊക്കെ അറിയിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സംശയിക്കപ്പെടുന്ന ഈ പയ്യൻ ഇവരുടെ 11ാമത്തെ മകൻ്റെ മൂത്ത മകനാണ്. അപ്പോൾ ഇവരിവിടെ നിന്ന് 10-20 വർഷമായി മകൻ താമസിക്കുന്ന വേറെ ഏരിയയിലാണ്. ഇവൻ കൂടെ ഈ ഇപ്പം അറിയുന്നത് ഉമ്മായ കാണാൻ വരാറുണ്ട്. വരുമ്പോഴത്തേക്ക് ഇവരെ കയ്യിലുള്ളതൊക്കെ കൊടുക്കാറുമുണ്ട്. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഒരു മോതിരം വാങ്ങിപ്പോയെന്ന് പറയുന്നുണ്ട്. അത് കൃത്യമായി അറിയില്ല. പക്ഷെ പൈസ ഒക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അവരിൽ ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ കൊടുക്കത്തില്ല. അവർ ഈ പ്രദേശം, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട്. വലിയ തക്കുവയിൽ എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ഉമ്മയാണ്. അവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ട് 23 വർഷമായി. ഈ പള്ളിയിലെ ജോലിക്കാരനൊക്കെ ആയിരുന്നു. അപ്പോൾ മക്കൾ എല്ലാവരും അവരെ തഴഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങനൊരു അവസ്ഥ നമുക്ക് ശ്രദ്ധയിൽ, അവൻ അങ്ങനെ ഇവിടെ താമസിക്കുകയോ വരാറൊന്നുമില്ല. ആർക്കും അങ്ങനെ വലിയ മുഖപരിചയം ഇല്ലാത്ത പയ്യനാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട 4 പേരുടെയും സംസ്കാരം നാളെ ഈ പള്ളിയിൽ വെച്ചാണ്, താഴെപ്പാങ്ങോട് ഈ പള്ളിയിലാണ് നടക്കുന്നത്. ഇത് പള്ളി പ്രസിഡന്റാണ് ഈ പള്ളിയിൽ വെച്ചാണ് നടക്കുന്നത്. എന്റെ ഖബർ വെട്ടാനുള്ള എല്ലാ പരിപാടികളും തുടങ്ങി. അതായത് ഈ സഹോദരൻ ലത്തീഫും ഫാത്തിമ അടക്കമുള്ളവരുടെ എല്ലാവരുടെയും ഖബറടക്കുന്ന ഈ പള്ളിയിൽ ഒരാൾ ഒഴിച്ച്, അദ്ദേഹത്തിന്റെ പെൺ സുഹൃത്ത് എന്ന് പറയുന്ന അവരൊഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ ഈ ജമാഅത്തിൽപ്പെട്ടാണ്. എത്ര മണിക്കാണ് സംസ്കാരം? അത് ഇവിടുത്തെ നിയമ നടപടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം പറയാൻ പറ്റുള്ളൂ. നിയമ നടപടികളൊന്നും ആയിട്ടില്ല. ഇന്നും ഈ സൽമാ ബീവിയുടെ ജനാസ ഇവിടെ കിടക്കുന്നതേ ഉള്ളൂ. നിയമ നടപടിയിലേക്ക് കടന്നിട്ടില്ല.